ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നടന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏതാണ് ജർമ്മൻ മിഷണറി ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? ഇതിൻ്റെ ആൻസർ വരുന്നത് 1A ആണ്, കേരള സമാചാരം. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരനാരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യ സമരകാലത്ത് ലണ്ടനിലെ ഇന്ത്യൻ ഓഫീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന കേഴ്സൺ വില്ലിയുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതിഷേധമായി അദ്ദേഹത്തെ വധിച്ചത്? 3B ആണ്, ML ദിംഗ്ര. 1688 മഹത്തായ വിപ്ലവകാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് രണ്ടാമൻ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യ പ്രഖ്യാപനം ആരാണ് തയ്യാറാക്കിയത്? 5ൻ്റെ ആൻസർ വരുന്നത് B ആണ്, തോമസ് ജെഫേഴ്സൺ. 2024 ഒളിമ്പിക്സ് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദി ഏത്? 6ൻ്റെ ആൻസർ D ആണ്, സീൻ നദിയാണ്. 2024 ഒളിമ്പിക് ഗെയിംസിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് വേദിയായ നദിയാണ് സീൻ നദി. സിഗ്നൽ ശക്തിയിലെ വ്യത്യാസങ്ങളോടുള്ള റിമോട്ട് സെൻസിംഗ് ഡിറ്റക്ടറിൻ്റെ സംവേദനക്ഷമത താഴെ പറയുന്ന സെൻസർ സവിശേഷതകളിൽ ഏതാണ്? 7ൻ്റെ ആൻസർ വരുന്നത് C ആണ്, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. മധ്യ ഉയര മേഘങ്ങൾക്ക് 2 to 8 കിലോമീറ്റർ താഴെ പറയുന്ന ജോഡികളിൽ ഏതാണ് ശരി? 8ൻ്റെ ആൻസർ വരുന്നത് C ആണ്, ആൾട്ടോ സ്ട്രാറ്റസും ആൾട്ടോ ക്യുമുലസും. ധോലാധാർ ശ്രേണി ഹിമാലയത്തിലെ ഏത് ഡിവിഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 9ൻ്റെ ആൻസർ വരുന്നത് B ആണ്, മധ്യ ഹിമാലയങ്ങൾ. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗണ്ഡക് നദി പദ്ധതി സംയുക്തമായി നടപ്പിലാക്കുന്നത് ഇനി പറയുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്? 10ൻ്റെ ആൻസർ വരുന്നത് A ആണ്, ബീഹാറും ഉത്തർപ്രദേശും. ഗണ്ഡക് നദി പദ്ധതി എവിടെയാണ്? ബീഹാറും ഉത്തർപ്രദേശും. 11ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ താഴെ പറയുന്ന ഏത് ജില്ലകളിലാണ് മേസ ഭൂരോഗങ്ങൾ നന്നായി വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്? 11 A ആണ് ആൻസറായിട്ട് വരുന്നത്, കണ്ണൂർ, കാസർഗോഡ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഏത് സംസ്ഥാനത്താണ് ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്? ബഞ്ചാര വിരാസത് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 13ൻ്റെ ആൻസർ വരുന്നത് D ആണ്, ഛത്തീസ്ഗഡ്. 13 12 ക്വസ്റ്റ്യൻ. 12ൻ്റെ ആൻസർ വരുന്നത് മഹാരാഷ്ട്രയാണ്. ബഞ്ചാര വിരാസത് മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്ര. ബഞ്ചാര വിരാസത് മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്ര. ബഞ്ചാര വിരാസത് മ്യൂസിയം എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ബഞ്ചാര വിരാസത് മ്യൂസിയം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാനമാക്കിയുള്ള മാതൃക? 13ൻ്റെ ആൻസർ വരുന്നത് D ആണ്, ഇവയൊന്നുമല്ല എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഏത് കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ്? 14ൻ്റെ ആൻസർ വരുന്നത് C ആണ്, ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1 രൂപ നോട്ടിൽ ആരാണ് ഒപ്പിടാറുള്ളത്? 15ൻ്റെ ആൻസർ വരുന്നത് A, ധനകാര്യ സെക്രട്ടറി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. സർവോദയ പദ്ധതിയുടെ വക്താവ് ആരാണ്? 16 D ആണ് വരുന്നത്, ഇവയൊന്നുമല്ല. 17 ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിനെ സംബന്ധിച്ചിടത്തോളം താഴെ പറയുന്നതിൽ ഏതാണ് ശരി? D ആണ് വരുന്നത്, 3ഉം ശരിയാണെന്നുള്ളതാണ്. ഇത് കാർഷിക ഗവേഷണ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. മുമ്പ് ഇംപീരിയൽ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് എന്നറിയപ്പെടുന്നു. 1929 ഇത് സ്ഥാപിതമായി. NBFC എന്നാൽ? 18ൻ്റെ ആൻസർ വരുന്നത് C ആണ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്? 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏത് പ്രദേശത്ത് താമസിക്കാനും സ്ഥിര താമസമാക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇനി പറയുന്നതിൽ ഡാഷിലൂടെ നൽകുന്നു? 20ാമത്തെ ആൻസർ B ആണ്, ആർട്ടിക്കിൾ 19(1)(e). 21 അവശിഷ്ട അധികാരങ്ങൾ ഇവയുടെ കൈകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്? 21ൻ്റെ ആൻസർ കേന്ദ്ര സർക്കാർ. 22 ഇന്ത്യയിൽ ആദ്യമായി ഒരു ഫെഡറൽ കോടതി ഇനി പറയുന്നവ പ്രകാരം സ്ഥാപിച്ചു? 22 B ആണ്, 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ട്.
23 1977 നിയമിതനായ അശോക് മേത്ത കമ്മിറ്റിയുടെ താഴെ പറയുന്ന ശുപാർശകൾ പരിഗണിക്കുക. 23ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. എല്ലാം ശരിയാണെന്നുള്ളതാണ്. നിലവിലുള്ള ത്രിതല സംവിധാനത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് രാജ് സംവിധാനം സൃഷ്ടിക്കാൻ ഇത് ശുപാർശ ചെയ്തു. ന്യായ പഞ്ചായത്തുകളെ പ്രത്യേക സ്ഥാപനങ്ങളായി നിലനിർത്തണമെന്ന് കമ്മിറ്റി ശുപാർശ ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ എല്ലാ തലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഔദ്യോഗിക പങ്കാളിത്തം ജനകീയ മേൽനോട്ടത്തിൽ വികേന്ദ്രീകരണത്തിനുള്ള ആദ്യ തലമായി ജില്ല. ഇന്ത്യയുടെ 26ാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. 24ാമത്തെ ക്വസ്റ്റ്യൻ സി ആണ്, ജ്ഞാനേഷ് കുമാർ. പ്രകൃതി നീതിയുടെ തത്വം പ്രധാനമായും ഇവ ഉറപ്പാക്കുന്നു. 25ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1ഉം 2ഉം മാത്രം എന്നുള്ളതാണ്. നിയമത്തിന് മുന്നിലുള്ള തുല്യത, ന്യായമായ വാദം കേൾക്കലും പക്ഷപാതത്തിൻ്റെ അഭാവവും. ക്ഷേമരാഷ്ട്രം പലപ്പോഴും ഇനി പറയുന്നവർക്ക് ഒരു മാർഗമായി ന്യായീകരിക്കപ്പെടുന്നു. 26ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1ഉം 3ഉം മാത്രം എന്നാണ്. എല്ലാവർക്കും കുറഞ്ഞ ജീവിത നിലവാരം ഉറപ്പാക്കുക. 3ാമത്തെ സാമൂഹിക നീതി ഉയർത്തിപ്പിടിക്കുക. ഇത് രണ്ടുമാണ് വരുന്നത്. സംസ്ഥാനങ്ങൾ ലോകയുക്തയ്ക്ക് ആദ്യ ശുപാർശ നൽകിയത്. 27ൻ്റെ ആൻസർ എ ആണ്. 1 മാത്രമാണ്. ഭരണപരിഷ്കരണ കമ്മീഷൻ 1966. ഇനി അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. ഭരണത്തിൽ 3 പ്രധാന മാറ്റ സാധ്യതകൾ ICTകൾ നൽകുന്നു. ഏതൊക്കെയാണത്? 28 എ ആണ് വരുന്നത്. 1ഉം 2ഉം 3ഉം മാത്രം. 29 എക്സിക്യൂട്ടീവ് മേലുള്ള പാർലമെൻ്ററി മേൽനോട്ടത്തിൽ ഇവ ഉൾപ്പെടുന്നു. 29ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1ഉം 2ഉം 4ഉം മാത്രം. ഏതൊക്കെയാണ് വരുന്നത്? പാർലമെൻ്ററി കമ്മിറ്റി, ചോദ്യോത്തര സമയവും 0 മണിക്കൂറും, അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടുകൾ സമർപ്പിക്കൽ. NFHSനായി ഏകോപിപ്പിക്കുന്നതിനും സാങ്കേതിക മാർഗനിർദ്ദേശം നൽകുന്നതിനുമുള്ള നോഡൽ ഏജൻസി. 30ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1ഉം 2ഉം മാത്രമാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസസ്. അടുത്തത് 31ാമത്തെ ക്വസ്റ്റ്യൻ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം 6 മുതൽ 14 വയസ്സ് വരെ ഇനി പറയുന്ന രീതിയിൽ അവതരിപ്പിച്ചു. 31ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1ഉം 3ഉം മാത്രം എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 21A ചേർക്കൽ. 86ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. 32 എ ആണ് വരുന്നത്. 1ഉം 3ഉം മാത്രം. കയറ്, കശുവണ്ടിയും കൈത്തറിയും. പുതിയ കേരള മോഡൽ പഴയ മോഡലിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്. 33 ബി ആണ് വരുന്നത്. 2 മാത്രമാണ് ഉത്തരവായിട്ട് വരുന്നത്. ക്ഷേമത്തിൽ നിന്ന് പങ്കാളിത്ത വളർച്ചയിലേക്ക്, മുകളിൽ നിന്ന് താഴേക്കും പദ്ധതിയിലേക്കുമുള്ള ശ്രദ്ധ മാറ്റൽ. MG നരേഗ പാസ്സാക്കുകയും രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത്. 34ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1 മാത്രമാണ് വരുന്നത്. 2005 ഓഗസ്റ്റ് 23-നും 2005 സെപ്റ്റംബർ 5-നും. 34ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? എ ആണ്. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഉച്ചഭാഷണിയുടെ ഉപയോഗം സംബന്ധിച്ച 2000-ലെ ശബ്ദമലിനീകരണ നിയമങ്ങൾ അനുസരിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 35 സി ആണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത് പൂർണ്ണ നിരോധനമുണ്ട്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ എന്നത് നിർവചിച്ചിരിക്കുന്നു. ശബ്ദരഹിതമായ അന്തരീക്ഷത്തിലുള്ള അവകാശം ആർട്ടിക്കിൾ 21 പ്രകാരം ഒരു മൗലിക അവകാശമാണെന്ന് സുപ്രീം കോടതി വിധിച്ചിട്ടുണ്ട്. അത് തെറ്റാണ്. വർഷത്തിൽ പരമാവധി 15 ദിവസത്തേക്ക് ഉത്സവങ്ങൾ, സാംസ്കാരികമോ മതപരമോ ആയ കാര്യങ്ങൾക്ക് അർദ്ധരാത്രി വരെ ഉപയോഗം നീട്ടാൻ ഒരു സംസ്ഥാന സർക്കാരിന് അനുവദിക്കാം. 1ഉം 3ഉം 4ഉമാണ് വരുന്നത്. അർദ്ധരാത്രി വരെയുള്ള ഇളവ് നിയുക്ത നിശബ്ദ മേഖലകൾക്ക് ബാധകമല്ല. അടുത്ത ക്വസ്റ്റ്യൻ. 36ാമത്തെ ക്വസ്റ്റ്യൻ. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകുന്നതിനുള്ള നിയമങ്ങളും പ്രക്രിയയും സംബന്ധിച്ച് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? 36ൻ്റെ ആൻസർ വരുന്നത് സി ആണ്. 1ഉം 2ഉം 4ഉം മാത്രം എന്നുള്ളതാണ്. നോർവീജിയൻ പാർലമെൻറ്റ് 5 അംഗങ്ങളെ നിയമിക്കുന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയാണ് സമ്മാനം തീരുമാനിക്കുന്നത്. 2 ഏതാണ്? രാജ്യങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും സ്റ്റാൻഡിംഗ് ആർമികളുടെ എണ്ണവും കുറയ്ക്കുന്നതും മെച്ചപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരാൾക്കാണ് സമ്മാനം നൽകുന്നത്. ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ മാസങ്ങളിൽ കമ്മിറ്റി അംഗങ്ങൾക്കിടയിൽ സമവായത്തിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കും. 37ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ കുട്ടികളിൽ 5ാം പനി മൂലം ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ സങ്കീർണത ഏത്? ബി ആണ് വരുന്നത്. ന്യൂമോണിയ. ഏത് പരിശോധനയിലൂടെയാണ് ക്ഷയരോഗം സ്ഥിരീകരിക്കുന്നത്? 38ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്. മാൻടോക്സ് ടെസ്റ്റ്.
മനുഷ്യ ശരീരത്തിലെ അനുബന്ധാസ്ഥികളുടെ എണ്ണം 39. സി ആണ് വരുന്നത് 126. വൃക്ക ഹോർമോൺ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? 40. എ ആണ് വരുന്നത് ജീവകം ഡി. താഴെ പറയുന്നവയിൽ അർബുദരഹിത ലക്ഷണമല്ലാത്തത് ഏത്? 41. ബി ആണ് വരുന്നത് വേഗത്തിൽ ശരീരഭാരം കൂടുക. എന്നാണ് ലോക പൊണ്ണത്തടി ദിനം ആയി ആചരിക്കുന്നത്? 42. എ മാർച്ച് 4. മാർച്ച് 4 ലോക പൊണ്ണത്തടി ദിനം. അടുത്തിടെ മാർബർഗ് വൈറസ് രോഗം പൊട്ടിപ്പുറപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? 43. സി ആണ് ടാൻസാനിയാണ്. കേരളത്തിലെ സപ്തഭാഷ സംഗമഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? 44. ഡി കാസർഗോഡ്. കാസർഗോഡ് എങ്ങനെ അറിയപ്പെടും? സപ്തഭാഷ സംഗമഭൂമി. 30 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന്മേൽ 60 കിലോഗ്രാം പിണ്ഡമുള്ള മറ്റൊരു വസ്തു പ്രയോഗിച്ച ആകർഷണ ബലം എഫ് ആണെങ്കിൽ 30 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തു 60 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന്മേൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലം എത്രയായിരിക്കും? 45. ബി ആണ് ആൻസർ വരുന്നത് എഫ്. 46. ചുവടെ കൊടുത്തിരിക്കുന്ന ഒരേ താപനിലയിൽ സഞ്ചരിക്കുന്ന ശബ്ദത്തിൻ്റെ വേഗതയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏത്? 46. ബി ആണ് ശബ്ദം ഈർപ്പമുള്ള വായുവിൽ വരണ്ട വായുവിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നു. 47. ഒരു സ്പ്രിംഗ് ബാലൻസിൽ നിന്ന് തൂക്കിയിട്ടിരിക്കുന്ന 10 എൻ ഭാരം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇപ്പോൾ സ്പ്രിംഗ് ബാലൻസ് കാണിക്കുന്ന അളവ് ഡാഷ് ആയിരിക്കും. 47. സി ആണ് 6 ന്യൂട്ടൺ. ശ്രീഹരിക്കോട്ടയിൽ നിന്നും വിക്ഷേപിച്ച ഏത് ഉപഗ്രഹമാണ് ISROയുടെ ചരിത്ര പ്രാധാന്യമുള്ള 100ാം വിക്ഷേപണമായി അടയാളപ്പെടുത്തിയത്? 48. സി NVS-02. 49. ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം? 49. ഡി ആണ് വരുന്നത് ഭൂമിയുടെ പുറന്തോടിൽ ഏറ്റവും സമൃദ്ധമായ ലോഹം ഏതാണ്? അലൂമിനിയം. താഴെ പറയുന്നവയിൽ ഏതാണ് ജെർമേനിയത്തിൻ്റെ ഐസോട്ടോൺ? 50ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് സെൽനിയമാണ്. SC7834 ആണ്. താഴെ പറയുന്ന ആൽക്കലോയിഡുകളെക്കുറിച്ച് ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരിയല്ലാത്തത്? 51. സി ആണ് 2ഉം 4ഉം മാത്രമാണ്. ആൽക്കലോയിഡ് ക്വിനൈൻ പ്രധാനമായും പ്രമേഹ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നു. സെർട്ടൻ വേർതിരിച്ചെടുക്കുന്ന ആദ്യത്തെ ആൽക്കലോയിഡ് സ്ട്രൈക്നൈൻ ആയിരുന്നു. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? 52. ബി ആണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ രൂപകൽപ്പനയും പ്രോട്ടീൻ ഘടന പ്രവചനം. 53. കോട്ടയത്ത് തമ്പുരാൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 53ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2025 ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? 54. ബി ആണ് വരുന്നത് ജമീമ റോഡ്രിഗസ്. ജോസഫ് മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതകൾ എന്തൊക്കെയാണ്? 55ൻ്റെ ആൻസർ വരുന്നത് സി ആണ് 1ഉം 2ഉം 4ഉം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു നിരൂപകനായിരുന്നു. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു. രാജരാജൻ്റെ മാറ്റൊലി അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. കേരള വൈസ് ചാൻസലറൊന്നും ആയിട്ടില്ലേ. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ആരംഭിച്ച വർഷം? 56. ഓപ്ഷൻ ബി ആണ് വരുന്നത് 1969. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇതാരുടെ ഈ വരികളുടെ രചയിതാവ് ആരാണ്? 57. സി ആണ് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം എപ്പോഴാണ്? 58. ഡി ആണ് വരുന്നത് നവംബർ 23, 2025. നവംബർ 23, 2025 വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം. കേരളം കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 59. എ ആണ് 2025 നവംബർ 1 കേരളത്തെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമായി പ്രഖ്യാപിച്ചത്. 60ാമത്തെ ക്വസ്റ്റ്യൻസ്. താഴെ പറയുന്നതിൽ ഏതാണ് പ്രോഗ്രാം എക്സിക്യൂഷൻ സമയത്ത് പ്രൈമറി മെമ്മറി ആവശ്യമായി വരുന്നതിന് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? 60ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കാൻ CPUവിന് ആവശ്യമായ വേഗത്തിലുള്ള ആക്സസ് ഇത് നൽകുന്നു. ഒരു അവതരണ സോഫ്റ്റ്വെയറിന് ഏറ്റവും അനുയോജ്യമായ ജോലികൾ ഏതെല്ലാം? 61ൻ്റെ ആൻസർ വരുന്നത് സി ആണ്
ടെക്സ്റ്റ്, ഇമേജുകൾ, അനിമേഷനുകൾ എന്നിവ അടങ്ങിയ സ്ലൈഡുകൾ തയ്യാറാക്കൽ. 62 ഒരു ലൈബ്രറി സിസ്റ്റത്തിൽ ഒരു കമ്പ്യൂട്ടർ ഇനി പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. 62 സി ആണ് ആൻസർ. ഇൻപുട്ട്, കൺട്രോൾ, സ്റ്റോർ, ഔട്ട്പുട്ട്. ഉപയോക്താവിൽ നിന്ന് ഒരു ബുക്ക് ഐ ഡി സ്വീകരിക്കുന്നതാണ് ഇൻപുട്ട്. പുസ്തകം ലഭ്യമാണോ എന്ന് പരിശോധിക്കുന്നത് കൺട്രോൾ യൂണിറ്റ്. പ്രശ്ന വിശദാംശങ്ങൾ സംഭരിക്കുന്നത് സ്റ്റോർ യൂണിറ്റ്. ലഭ്യമല്ലെങ്കിൽ ലഭ്യമല്ല എന്ന് പ്രദർശിപ്പിക്കുന്നത് ആരാണ്? ഔട്ട്പുട്ട് യൂണിറ്റ്. 63ാമത്തെ ക്വസ്റ്റ്യൻ. പട്ടിക പഠിച്ച് XYZ എന്നിവ തിരിച്ചറിയുക. 63 ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്, കമ്പ്യൂട്ടർ കുറച്ചുകൂടെ എളുപ്പം. 63 ബി ആണ് വരുന്നത്. XLAN ആണ്, ഇൻസൈഡ് എ ബിൽഡിംഗ് ഓർ ക്യാമ്പസ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇനി അടുത്തത് WAN, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ZWAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അടുത്തത് 64ാമത്തത്. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? 64ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1 and 2 only ആണ്. സൈബർ ബുള്ളിയിങ് ഇൻവോൾവ്സ് യൂസിങ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ടു ഹരാസ് ഓർ ഇൻറ്റിമിഡേറ്റ് ഇൻഡിവിജ്വൽസ്. 2 ഏതാണ്? ദ IT Act 2000 gives legal recognition to electronic records and digital signatures. 65 which of the following is an exception to the general rule that cabinet papers and deliberations cannot be disclosed? 65ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ക്യാബിനറ്റ് രേഖകളും ചർച്ചകളും വെളിപ്പെടുത്താനാകില്ല എന്ന വ്യവസ്ഥയ്ക്ക് അപവാദം ഏതാണ്? മന്ത്രിസഭാ കൗൺസിൽ എടുത്ത തീരുമാനങ്ങൾ, അതിൻ്റെ കാരണങ്ങൾ, നിർണായക അടിസ്ഥാനങ്ങൾ എന്നിവ തീരുമാനമെടുത്ത ശേഷം കാര്യങ്ങൾ പൂർത്തിയാക്കൽ. അടുത്തത് 66 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ വിഭാഗം 75 പ്രകാരം തയ്യാറാക്കുന്ന മധ്യസ്ഥരുടെ പാനലിൻ്റെ പ്രമാണ സാധുത എത്ര കാലത്തേക്കാണ്? 66ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 5 വർഷത്തേക്കാണ്. ട്രാൻസ്ജെൻഡർ വ്യക്തിക്ക് സ്വയം തിരിച്ചറിയുന്ന ലിംഗവ്യക്തിത്വത്തിലുള്ള അവകാശം നൽകുന്ന നിയമപരമായ അടിസ്ഥാനം എന്താണ്? 67ൻ്റെ ആൻസർ സി ആണ്. ഈ അവകാശം നൽകുന്ന നിയമത്തിൻ്റെ വ്യവസ്ഥകൾ കുട്ടികളുടെ പരിരക്ഷയും ശുശ്രൂഷയും സംബന്ധിച്ച കുറ്റവാളികളുടെ നീതി നിയമം 2015 നടപ്പാക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന തത്വങ്ങളിൽ ഏതാണ് ഉൾപ്പെടാത്തത്? 68 ബി ആണ്. സ്ഥാപനപരമായ പരിരക്ഷ ആദ്യപടിയായി സ്വീകരിക്കേണ്ടതെന്ന സിദ്ധാന്തം. 69 സംസ്ഥാന സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പ്രാദേശിക അതോറിറ്റിയിലോ കോർപ്പറേഷനിലോ നിയമിതനായ ഒരു വ്യക്തി സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ അധികാരപരിധിയുടെ വരുന്നത് ഉറപ്പാക്കാവുന്ന വ്യവസ്ഥ ഏത്? 69 എ ആണ്. വകുപ്പ് 14ൻ്റെ ഉപവ്യവസ്ഥ 1 ഉപഖണ്ഡം ബി. ഭാരതത്തിലെ ആദ്യത്തെ ലോക്പാൽ അധ്യക്ഷനാരായിരുന്നു? പിനാക്കി ചന്ദ്രഘോഷ് അല്ലായിരുന്നു? അതെ, ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ്. 71 മുതൽ മാത്സ് ആണ്. ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 24,480 രൂപയ്ക്ക് 6.25% വാർഷിക പലിശ നിരക്കിൽ 2 വർഷം 73 ദിവസത്തേക്ക് ലഭിക്കുന്ന കോമ്പൗണ്ട് പലിശ. 71ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 1929. നമ്മൾ മാത്സിൻ്റെത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക, തീർച്ചയായും അത് ഉപകാരപ്രദമായിരിക്കും. എല്ലാത്തിൻ്റെയും ആൻസർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. 72 സി ആണ് ആൻസർ വരുന്നത്. ഇസഡ്. എക്സ് ഒരു ജോലിയുടെ 1/4 10 ദിവസം കൊണ്ട് പൂർത്തിയാക്കും. വൈക്ക് 40% ജോലി 40 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും ഇസഡിന് ജോലിയുടെ 1/3 13 ദിവസം കൊണ്ട് പൂർത്തിയാക്കാനും കഴിയും. ആരാണ് ആദ്യം ജോലി പൂർത്തിയാക്കുക? ഇസഡ്. എക്സ് വൈയുടെ 80%ങ്ങളിൽ 2xൻ്റെ എത്ര ശതമാനമാണ് വൈ? 73ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 62.5. 110 മാമ്പഴങ്ങൾ വിൽക്കുന്നതിലൂടെ 120 മാമ്പഴങ്ങളുടെ വില ലാഭിക്കുകയാണെങ്കിൽ ലാഭശതമാനം. 74ൻ്റെ ആൻസർ വരുന്നത് എ ആണ്. 9 1/11. 3ൻ്റെ ആദ്യ 5 ഗുണിതങ്ങളുടെ ശരാശരി. 75ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. 9. 3 24 ആണെങ്കിൽ 5 എത്രയാണ്? 120 ആണ്. 76 എ. 77 എത്രയാണ്? നൂറ്റാണ്ടിൻ്റെ അവസാന ദിവസം ആകാൻ കഴിയാത്തത് ചൊവ്വാഴ്ച. ഒരു ക്ലോക്ക് 11:25 കാണിക്കുന്നുവെങ്കിൽ അതിൻ്റെ കണ്ണാടി പ്രതിബിംബം എത്രയായിരിക്കും? 78 എ ആണ്. 12:35. ശ്രേണിയിലെ തെറ്റായ സംഖ്യ കണ്ടെത്തുക. 79 സി ആണ്. 34 80. ഓക്സ് എന്നത് 39 കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലയൺ എന്നതിൻ്റെ കോഡ് എത്രയാണ്? 80 ഡി ആണ്. 50.
ഇനി 81 മുതൽ ഇംഗ്ലീഷാണ് നോക്കാം. The following group of words, all but one are synonym. Find the odd one out. Probing, grouping, driving, fumbling. എന്താണ് 91ൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്, ഡ്രൈവിംഗ്. പ്രോബിംഗ്, ഗ്രോപ്പിംഗ്, ഫംബ്ലിംഗ് എല്ലാം ഒന്നിച്ച് വരും. ഡ്രൈവിംഗ് മാത്രമാണ് ഡിഫറെൻ്റ് മീനിങ് ഉള്ളത്. ചൂസ് ദ റൈറ്റ് കോറിലേറ്റീവ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ്. ഗാർഡനിങ് ഈസ് എ ഗുഡ് ഹോബി ഡാഷ് ഇറ്റ് ഹെൽപ്സ് ടു റിലീവ് സ്ട്രെസ്. 82ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, മോർ ഓവർ. 83. റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് വിത്ത് വൺ വേർഡ് in the following sentence. When I met my friend after several years, he or she spoke to me with an unsatisfied desire about our good old school days. 83 എ ആണ് വരുന്നത്, wistfully. 84. Some of us were not ready to go to the concert. 84ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, were we. 85. It is difficult to dash your good name once you have lost it. റൈറ്റ് ഫ്രേസബിൾ എടുക്കാനാണ്. 85ൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ഗെറ്റ് ബാക്ക്. 86. റാഷ് ഡ്രൈവിംഗ് കോസസ് മെനി ആക്സിഡൻറ്റ്സ്. പാസീവ് വോയിസിലാക്കാനാണ്. 86ൻ്റെ ആൻസർ എ ആണ്, മെനി ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ റാഷ് ഡ്രൈവിംഗ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് കറക്റ്റ് ടെൻസ് ഫ്രോം ഫോം ഓഫ് ദി വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ഇഫ് യു ഹാഡ് ഗോൺ ടു ദ ഫെസ്റ്റ് യു ഡാഷ് ടു സീ ദ മാജിക് ഷോ. 87ൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, വുഡ് ഹാവ് ബീൻ ഏബിൾ. ഹി വാസ് ട്രൈയിങ് ടു കൺവിൻസ് ഹെർ ബട്ട് ഇറ്റ് വാസ് പ്രിൻറ്റ്ലെസ്. 88 സി ആണ് വരുന്നത്, ബീറ്റിംഗ് എ ഡെഡ് ഹോഴ്സ്. 89 ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. 89 സി ആണ് വരുന്നത്, ഡു യു എക്സ്പെക്റ്റ് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്? ദ മാനേജർ ആസ്ക്ഡ് മീ ഇഫ് ഐ എക്സ്പെക്റ്റഡ് എ ലാർജ് ക്രൗഡ് ഫോർ ദി മീറ്റിംഗ്. ദ പ്ലേസ് ഈസ് ഇൻഫെസ്റ്റഡ് ഡാഷ് റൈറ്റ്സ്. 90ൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഇൻഫെസ്റ്റഡ് വിത്ത്. ഇൻഫെസ്റ്റഡ് കഴിഞ്ഞ് എന്താണ് വരുന്നത്, ഇൻഫെസ്റ്റഡ് വിത്ത്. അടുത്തത് ശീകരം എന്ന വാക്കിൻ്റെ സമാന പദം കണ്ടെത്തുക. 91 ശീകരം, ജലഗണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? 92 സി ആണ്, ഭീഷ്മർ. ശരശയ്യ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറഞ്ഞത് ശരിയായ രൂപം ഏത്? 93 ബി ആണ്, അനാച്ഛാദനം. 94 കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? 94 സി ആണ്, പുള്ളിയൻ. പുള്ളിയനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം. ധനാശി പാടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്താണ്? അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? 96 സ്വാശ്രയം. 96 പരാശ്രയം. 96 എന്തിനാണ്? സ്വാശ്രയം, പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്, ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം ഏതാണ്? വിൺ പ്ലസ് സ്ഥലം. വിണ്ടലം ഏതാണ്? വിൺ പ്ലസ് സ്ഥലം. 98 ബി വിണ്ടലം, വിൺ പ്ലസ് സ്ഥലം. ശേന്യം, ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായമാണ്? 99 ബി ആണ്, പരുന്ത്. മകളുടെ മകൻ അതാണ് 100 ബി ആണ്, ദൗഹിത്രൻ. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.